ഹായ് ഓൾ. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നീ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട JEE പോലുള്ള എൻട്രൻസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യുന്നത്. Sets, relations and functions. Question number 1. The domain of the function f of x equal to square root of log x to the base 10 is. 5 ഓപ്ഷൻ ആണുള്ളത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായി f of x equal to square root of log x to the base 10. ഇവിടെ എന്തായിരിക്കും ഡെഫിനിഷൻ ഓഫ് ലോഗ് എന്ന് പറയുന്നത്? ലോഗ് a to the base b is equal to x means അർത്ഥം a എന്ന് പറയുന്നത് a equal to b raised to x ആയിരിക്കും. അപ്പം ഇവിടെ റൂട്ട് ഓഫ് ലോഗ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. റൂട്ട് ഓഫ് എനി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ ലോഗ് x to the base 10 is greater than or equal to 0. That means x greater than or equal to 10 to the power 0. That means x greater than or equal to 1. അതുകൊണ്ട് തന്നെ ഇന്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവെൽ 1, ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി. Question number 2. If f of x equal to 4x square and g of x equal to sin x, then f composition g of pi by 2 is equal to. Here f of x എന്ന് പറയുന്നത് f of x equal to 4x square and g of x എന്ന് പറയുന്നത് sin x. Then f composition g of pi by 2, അതായത് f composition g of x എന്ന് പറയുന്നത് f of g of x ആണ്. So f composition g of pi by 2 is equal to f of g of pi by 2. ഇനി എന്താണ് g of pi by 2? That is equal to f of sin pi by 2. That is equal to f of 1, means sin pi by 2 is equal to 1, that's right. And that is equal to 4 into 1 square, that is equal to 4. Question number 3. If the number of proper subsets of a set A is 63, then number of elements in A is. Number of subsets of a set with n elements is equal to 2 raised to n. നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആയത് എ സെറ്റ് ഇസെൽഫിനെയാണ് ഇംപ്രോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ എന്ന് പറയുന്നത് ഒന്ന് കുറവായിരിക്കും, 2 raised to n minus 1. സോ 2 raised to n minus 1 is equal to 63 here. അതുകൊണ്ട് തന്നെ 2 raised to n is equal to 64 ആയിരിക്കും. സോ n എന്ന് പറയുന്നത് 6 times, right? 2 to the power 6 ആണ് 64. Question number 4. If f of x equal to x plus 2 and f of 0 is equal to 1, then 2 into f of 1 plus 3 into f of 0 is equal to. ഇവിടെ f of x equal to x plus 2 എന്നും f of 0 is equal to 1 ആണെന്നും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ f of 0 എന്തായിരിക്കും? That is equal to 0 plus 2, that is equal to 2. So f of 0 എന്ന് പറയുന്നത് 1 ആണ്. Therefore f of 1 is equal to 2. അതുകൊണ്ട് തന്നെ 2 times of f of 1 plus
3 times of f of 0 is equal to 2 times of 2 plus 3 times of 1. That is equal to 4 plus 3, so equal to 7. ഇതായിരിക്കും ആൻസർ. Question number 5. The domain of the function cos inverse log x by 15 to the base 3 is. Okay. Cos inverse log x by 15 to the base 3. അപ്പോൾ നമുക്കിവിടെ വാല്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഡൊമൈൻ വാല്യൂ. സോ സപ്പോസ് y ഈസ് ഈക്വൽ ടു, y എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ആയി എടുത്തു കഴിഞ്ഞാൽ, എക്സ് ആയി എടുത്തു കഴിഞ്ഞാൽ, കോസ് ഇൻവേഴ്സ് എക്സ് ആയി എടുത്തു കഴിഞ്ഞാൽ കോസ് y ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. അപ്പോൾ കോസ് വൈൻ്റെ വാല്യൂ -1 1 ഇടയായിരിക്കും. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ ഇവിടെ ലോഗിന്റെ വാല്യൂ -1 നും 1 നും ഇടയിലായിരിക്കും. സോ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് x by 15 to the base 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ലോഗ് കളയാൻ വേണ്ടി 3 to the power എടുക്കും, കാരണം ബേസ് 3 ആയതുകൊണ്ട്. സോ 3 to the power -1 less than or equal to x by 15 less than or equal to 3 to the power 1. That is 15 by 3, that is 5 less than or equal to x less than or equal to 45. So the closed interval 545 ആയിരിക്കും correct option. Next, question number 6. If P equal to set PQRS and Q is equal to set UV, then the number of onto function from P to Q is. So n of P എന്ന് പറയുന്നത് 4 എന്നും n of Q is equal to 2 ആയിരിക്കും. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ m raised to n, m to n ആണ്. അതായത് f from a to b എയുടെ എലമെന്റ്സ് എമ്മും ബിയുടെ എലമെന്റ്സ് എന്നും ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറയുന്നത് m raised to n ആയിരിക്കും. ഇവിടെ 2 to the power 4 ആയിരിക്കും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടോട്ടൽ ഫംഗ്ഷൻ ഈസ് 2 to the power 2 raised to 4. നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് കോഡൊമൈനിൽ ഇവിടെ 2 എലമെന്റ്സ് ഉള്ളത്, ആ 2 എലമെന്റ്സിനെയും കംപ്ലീറ്റ്ലി മാപ്പ് ചെയ്യാത്തതെല്ലാം ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൊത്തം ഫംഗ്ഷന് 2 എണ്ണം കുറഞ്ഞതായിരിക്കും. അതായത് 2 raised to 4 minus 2. കാരണം കോഡൊമൈനിൽ കംപ്ലീറ്റ്ലി 2 എലമെന്റ്സിനെയും മാപ്പ് ചെയ്യാത്തതെല്ലാം ഓൺ ടു ഫംഗ്ഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 minus 2, that is equal to 40. ഇനി ഒരു ഫോർമുല പറയാം. ഓൺ ടു ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് സിഗ്മ I varies from 1 to n minus 1 all to the power n minus I and ci I raised to m. ഇവിടെ m എന്ന് പറയുന്നത് ഡൊമൈനിലെ എലമെന്റ്സിന്റെ എണ്ണവും n എന്ന് പറയുന്നത് കോഡൊമൈനിൽ. സോ n എപ്പോഴും m നേക്കാണ് ചെറുതായിരിക്കും. 0 less than or equal to n less than or equal to m. Question number 7. A set A contain 4 elements, another set B contain 10 elements, then minimum number of elements in A union B is. ഇവിടെ n of A എന്ന് പറയുന്നത് 4 എണ്ണം, n of B equal to 10 ആണ്. So what is n of A union B? So n of A union B is equal to n of A plus n of B minus n of A intersection B. സെറ്റ് വരയ്ക്കുകയാണെങ്കിൽ എയും ബിയും സെറ്റ് വരയ്ക്കുകയാണെങ്കിൽ സെറ്റ് എ സെറ്റ് ബി, അതിൽ എ ബി മാപ്പ് ചെയ്താൽ ഇന്റർസെക്ഷൻ പാർട്ട് എ ബി മാപ്പ് ചെയ്യാം. ഇന്റർസെക്ട് പാർട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും, എ ഇന്റർസെക്ഷൻ ബി. ഇനി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം n of A is equal to 4 and n of B equal to 10. So it's equal to 4 plus 10
minus n of A intersection B. That is equal to 14 minus n of A intersection B. Any number of elements of A intersection B ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ A intersection B subset of A ആയിരിക്കും, A intersection B subset of B ആയിരിക്കും. കാരണം ഫിഗറിന് ക്ലിയർ ആണ്. സോ A intersection B is a subset of A and A intersection B is a subset of B. അതുകൊണ്ട് തന്നെ number of elements of A intersection B എന്ന് പറയുന്നത് മാക്സിമം എ വരെ പോകാൻ പറ്റും. അതായത് എയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. മാക്സിമം 4 വരെ പോകാൻ പറ്റും. ദാറ്റ് ഈസ് 40 മൈനസ് 4 ആയിരിക്കും. അതുകൊണ്ട് തന്നെ 10 ആയിരിക്കും ഇതിന്റെ ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. The range of the function log 5x square plus 6 to the base e is f of x is equal to log 5x square plus 6 to the base e എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത് ഫസ്റ്റ് ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടി എഫ് ഈസ് ഈക്വൽ ടു, അതായത് ലോഗ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ആൻ 0. നമുക്കറിയാം ലോഗ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ആൻ 0. സോ ലോഗ് ഓഫ് 5x square plus 6 to the base e always greater than or equal to 0. അതിനർത്ഥം 5x square plus 6, കാരണം ലോഗ് കളയാൻ ഈ ബോത്ത് സൈഡ് എടുക്കും. സോ e raised to 0 that is equal to 1. So 5x square is greater than or equal to 1 minus 6, that is minus 5. So x square is greater than or equal to minus 1. അതിനർത്ഥം x belongs to real number r. x belongs to r. അതിനർത്ഥം x റിയൽ നമ്പർ ആണ്. ഈ റിയൽ നമ്പറിനെ ബേസ് ചെയ്തിട്ടും സെക്കൻഡ് ഡെറിവേറ്റ് ടെസ്റ്റ്, പ്ലസ് പഠിച്ച സെക്കൻഡ് ഡെറിവേറ്റ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്നത്. അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം, അതിന് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ട് എന്ത് കിട്ടും? 10x by 5x square plus 6. So f dash of x equal to 0 implies 10x equal to 0. That means x equal to 0. So x is equal to 0 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ആ പോയിന്റിലായിരിക്കും ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ 0 is the critical point. നമുക്ക് ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് ഈ പോയിന്റിൽ മാക്സിമം ആണ് മിനിമം ചെക്ക് ചെയ്യാം. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു ഡെറിവേറ്റീവ് 10x 10 മൈനസ് 10x ഇൻറ്റു ഡെറിവേറ്റീവ് 5x സ്ക്വയർ പ്ലസ് 6 എന്ന് പറയുന്നത് 10x ബൈ 5x സ്ക്വയർ പ്ലസ് 6 ഓൾ സ്ക്വയർ ആയിരിക്കും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 60 മൈനസ് 15x by 5x square plus 6 all square. ഇതിനകത്ത് 0 വാല്യൂ അപ്ലൈ ചെയ്യും, കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അടുത്തത്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്തായിരിക്കും? എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത്, സോറി ഡബിൾ ഡാഷ് ആണ്, 0 എന്ന് 60 by 6 സ്ക്വയർ ആയിരിക്കും. അത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇസ് ദ മിനിമം പോയിന്റ് ആൻഡ് എഫ് ഓഫ് 0 ഇസ് ദ മിനിമം വാല്യൂ എന്ന് പറയാം. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇസ് എ മിനിമം പോയിന്റ്. സോ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആയിരിക്കും. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ലോഗ് 6 ടു ദി ബേസ് to the base e. Log 6 to the base e is a minimum value. ലോഗിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, ഏത് ലോഗിന്റെയും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതൊരു മാക്സിമം വാല്യൂ ഓഫ് log is infinity. If our interval is closed interval, log 6 to the base e open infinity ആയിരിക്കും റേഞ്ച് എന്ന് പറയുന്ന വാല്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 9.
domain of the function y of x is given by 3 raised to x plus 3 raised to y is equal to 3 is. നമുക്കറിയാം 3 raised to x plus 3 raised to y is equal to 3 ആയിരിക്കും. 3 raised to y എന്ന് പറയുന്നത് 3 minus 3 raised to x ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ 0 ആണ്, അതുകൊണ്ട് റൈറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, കാരണം 3 raised to any value is always greater than 0. So left side is greater than 0 and right hand side is always greater than 0 ആയിരിക്കണം. അതുകൊണ്ട് 3 minus 3 raised to x is always greater than 0. So which is implies 3 raised to x less than 3. ഇത് സാധ്യമാകുന്നത് എക്സിന്റെ വാല്യൂ എപ്പോഴും 1-നേക്കാളും ചെറുതാകുമ്പോൾ മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. സോ എക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റർവെൽ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി 1 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 10. Two finite set A and B contain n1 and n2 elements respectively. Number of subsets of A is 224 more than the number of subsets of B. Then n of A cross B is equal to n of A equal to n1 and n of B is equal to n2. തന്നത് number of elements of A is 224 more than number of elements of B എന്നാണ്. അതുകൊണ്ട് number of subsets of set with k elements is equal to 2 raised to k. അതുകൊണ്ട് തന്നെ number of subsets of A എന്ന് പറയുന്നത് 2 raised to n1 ആയിരിക്കും. Number of subsets of B എന്ന് പറയുന്നത് 2 raised to n2 ആയിരിക്കും. That difference is 224, that is given. ഇവിടുന്ന് n2 raised n2 outside എടുത്തു കഴിഞ്ഞാൽ 2 raised to n1 minus n2 minus 1 is equal to 224. നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 raised to 5 into 7 എഴുതാം. അതായത് ഇവിടെ 2 raised to n2 എന്ന് പറയുന്നത് 5 ആയിട്ടും 2 raised to n1 minus n2 എന്ന് പറയുന്നത് 7 ആയിട്ട് വരാം. So 2 raised to n2 is equal to 2 raised to 5 and 2 raised to n1 minus n2 is equal to minus 1 is equal to 7. So n2 is equal to 5 എന്നും and n1 minus n2 എന്ന് പറയുന്നത് n1 minus n2 എന്ന് പറയുന്നത് n1 minus n2 എന്ന് പറയുന്നത് 8 ആയിരിക്കും. അല്ല നോട്ട് 8, 2 to the power മൊത്തം 8 ആയിരിക്കും, 2 to the power 3 ആയിരിക്കും, that is 3. So n1 minus n2 is equal to 3. അങ്ങനെയാണെങ്കിൽ n1 is equal to 8 എന്നും n2 is equal to 5 എന്ന് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കുന്നത് n of A cross B ആണ്. സോ n of A cross B എന്ന് പറയുന്നത് n of A into n of B ആണ്. That is equal to 8 into 5. 8 into 5. So that is equal to 40. So 40 ആണ് correct answer.